യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റിലേക്ക് നയിച്ച ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെന്റ്. ഗ്രിഫിത്ത് എന്ന സയന്റിസ്റ്റ് 1928 ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഇതിന് അദ്ദേഹം എടുത്ത ബാക്ടീരിയമാണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഈ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് നിമോണിയ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയുടെ 2 സ്ട്രെയിനുകളെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഒരു കോളനിയായിട്ട് വളരുമ്പോൾ അതിൽ തന്നെ വ്യത്യാസം കാണിക്കുന്നതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 സ്ട്രെയിനുകളെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും. ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റഫ് സ്ട്രെയിൻ എന്നാണ്. അതായത് അതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത്, ആ ബാക്ടീരിയത്തിന്റെ പുറം ഭാഗം റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് സ്മൂത്ത് സ്ട്രെയിൻ എന്നാണ്. അതിന്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കും. അങ്ങനെ സ്മൂത്ത് ആകാനുള്ള കാരണം ഇതിന്റെ പുറമേ ആയിട്ട് ഒരു പോളിസാക്കറൈഡ് കോട്ടുണ്ട്. അതുകൊണ്ട് ഈ എസ് സ്ട്രെയിൻ ബാക്ടീരിയം വന്ന് ഒരു ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ ഹോസ്റ്റ് സെല്ല് അതിന് എതിരായിട്ട് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുമല്ലോ. അപ്പോൾ എസ് സ്ട്രെയിൻ അങ്ങനെ കൊടുത്താൽ പോലും എസ് സ്ട്രെയിന് ഒന്നും സംഭവിക്കത്തില്ല. കാരണം അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയാണ് ഈ പോളിസാക്കറൈഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എസ് സ്ട്രെയിൻ നമുക്ക് ഇൻഫെക്ഷൻ തരും. അതേപോലെ ആർ സ്ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കഴിവില്ല. കാര്യം അതിന് പോളിസാക്കറൈഡ് കോട്ടില്ല. അതുകൊണ്ട് അതിനെ പറയുന്നത് എവിറുലന്റ് എന്നാണ്. എസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ്, അതിന് ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പറ്റും. മൈസിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. മൈസിലേക്ക് ഫസ്റ്റ് കേസില് മൈസിലേക്ക് ആർ സ്ട്രെയിന് എന്തിനുള്ള കഴിവില്ല? ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല, ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവ് ആർ സ്ട്രെയിനില്ല. അങ്ങനത്തെ ബാക്ടീരിയ എടുത്തിട്ട് എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അപ്പൊ അത് മൈസ് എല്ലാം ജീവനോടെ തന്നെ കാണും. ഈ സെക്കൻഡ് കേസിൽ എന്ന് പറഞ്ഞാൽ ഈ മൈസിലേക്ക് എസ് സ്ട്രെയിനെ ഇഞ്ചക്ട് ചെയ്യും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് എന്തിനുള്ള കഴിവുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത് ന്യൂമോണിയ ഉണ്ടാക്കും. അങ്ങനെ അവിടെയുള്ള മൈസ് എല്ലാം എന്ത് സംഭവിക്കും? ചത്തുപോകും. ഓക്കെ. തേർഡ് കേസ് എന്ന് പറയുന്നത് ഈ മൈസിലേക്ക് എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിലെ പോളിസാക്കറൈഡ് കോട്ട് എന്ത് ചെയ്തു? ഡിഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഇത് എന്തിനുള്ള കഴിവില്ല? ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ന്യൂമോണിയ ഉണ്ടാക്കത്തില്ല. അത് ലൈവായിട്ട് തന്നെ കാണും. 4ാമത്തെ കേസ് എന്ന് പറയുന്നത് മൈസിലേക്ക് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനും. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അതും ആർ സ്ട്രെയിനും കൂടെ കമ്പൈൻ ചെയ്ത് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹീറ്റ് കിൽഡ് എസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അതേപോലെ ആർ സ്ട്രെയിനും എന്തും ഉണ്ടാക്കത്തില്ല, ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമ്മൾ കരുതിയത് എന്താണ്? മൈസ് എല്ലാം ജീവനോടെ ഉണ്ടാവും. കാര്യം എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ലല്ലോ. പക്ഷേ ഗ്രിഫിത്ത് നോക്കിയപ്പോ എന്താ കണ്ട? അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി എല്ലാ മൈസുകളും എന്ത് ചെയ്തു? ചത്തുപോയി. അപ്പോൾ അതെന്താ അങ്ങനെ വന്നേ? ഓട്ടോപ്സി ചെയ്ത് നോക്കിയപ്പോൾ ഈ ആർ സ്ട്രെയിൻ എന്ന് പറയുന്ന ബാക്ടീരിയ എന്തായിട്ട് മാറിയിരിക്കുന്നു? എസ് സ്ട്രെയിൻ ആയിട്ട് ചേഞ്ച് ആയിരിക്കുന്നു. അതായത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതായിട്ട് മാറിയിരിക്കുന്നു. അതായത് ഈ ആർ സ്ട്രെയിന് എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഇവിടുന്ന് എന്തോ ഒരു ജെനറ്റിക് മെറ്റീരിയല്, അതായത് ഹീറ്റ് കിൽഡ് എസ്സിൽ നിന്ന് എന്തോ ഒരു ജെനറ്റിക് മെറ്റീരിയൽ
ആർ സ്ട്രെയിനിലേക്ക് എന്താ വന്ന് ആർ സ്ട്രെയിനെ ജനറ്റിക് ഇൻഫോർമേഷനെ ഓൾട്ടർ ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു, ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. അതിനെ ഗ്രിഫിത്ത് വിളിച്ചതാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന്. അങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റിനെ, ഗ്രിഫിത്ത് എക്സ്പെരിമെന്റിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നും പേരുണ്ട്. ഓക്കെ, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഏതോ ഒരു പാർട്ടിക്കിളാണ് ട്രാൻസ്ഫോം ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ട്രാൻസ്ഫോമിംഗ് പാർട്ടിക്കിൾ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് വന്ന സയന്റിസ്റ്റായ എവറി, മക്ലിയോഡ്, മെക്കാർട്ടി ഇവർ 3 പേരും 1933 to 1944 എക്സ്പെരിമെന്റ് തുടർന്നു. ഇവര് ഗ്രിഫിത്ത് ചെയ്തതുപോലെ ലിവിങ് സെല്ലിലല്ല എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഫസ്റ്റ് ഇവർ ചെയ്തത് ഒരു ടെസ്റ്റ് ട്യൂബില് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ എടുത്തു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ എടുത്ത് ഹോമോജിനൈസ് ചെയ്തു, ക്രഷ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് എന്തെടുത്തു? സെൽ എക്സ്ട്രാക്റ്റ് എടുത്തു. സെൽ എക്സ്ട്രാക്റ്റ് എടുത്തു. ഈ സെൽ എക്സ്ട്രാക്റ്റിൽ ഇപ്പോൾ DNA ഉണ്ട്, RNA ഉണ്ട്, അതേപോലെ പ്രോട്ടീനും ഉണ്ട്. അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ആർ സ്ട്രെയിനെ ആഡ് ചെയ്തു. ആർ സ്ട്രെയിൻ ബാക്ടീരിയത്തെ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ആർ സ്ട്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നു? ട്രാൻസ്ഫോം ആയി എസ് സ്ട്രെയിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ സെല്ലിന് പുറത്ത്, അതായത് ലിവിങ് സെല്ലിന്റെ പുറത്ത് വെച്ചും കണ്ടക്ട് ചെയ്ത് ഇവര് തെളിയിച്ചു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ഇവയിൽ ഏതാണ് ട്രാൻസ്ഫോം ആയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലേക്ക് DNA ഉണ്ട്, ഇതില് പ്രോട്ടീൻ ഉണ്ട്, RNA ഉണ്ട്. ഇവയിൽ 3-ൽ ഏതും ആകാം എന്ത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഇതിലേക്ക് സ്ട്രെയിൻ ഉണ്ടല്ലേ. അപ്പൊ ഫസ്റ്റ് ഇതിലേക്ക് പ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആഡ് ചെയ്യും. ഈ പ്രോട്ടീസ് എന്ന് പറയുന്ന എൻസൈമിന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പ്രോട്ടീൻ ഇല്ലാതാവും. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തല്ല ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? പ്രോട്ടീൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് 1 എന്ന് പറയുന്നതില് എന്ത് ആഡ് ചെയ്തെന്ന് വെച്ചാൽ RNAs ആഡ് ചെയ്യും. RNAs എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്യും. അപ്പം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തുമല്ല ജനറ്റിക് മെറ്റീരിയല്? RNA-യും അല്ല എന്ന് മനസ്സിലായവർക്ക്. അതിനുശേഷം അവര് DNAs എന്ന് പറയുന്ന എൻസൈമിനെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം DNAs ആഡ് ചെയ്തപ്പോ DNAs ആഡ് ചെയ്തപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്തുവാണ്? അപ്പൊ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അതായത് DNA ഡൈജസ്റ്റ് ചെയ്ത് പോയ കൊണ്ടാണ് ഇവിടെ എന്ത് നടക്കാഞ്ഞ്? ട്രാൻസ്ഫോർമേഷൻ നടക്കാഞ്ഞത്. അപ്പൊ ഇവർക്ക് എന്ത് തെളിയിക്കാൻ പറ്റി? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കാൻ പറ്റി. മോളിക്കുലർ ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്.
DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റിലേക്ക് നയിച്ച ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെന്റ്. ഗ്രിഫിത്ത് എന്ന സയന്റിസ്റ്റ് 1928 ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഇതിൽ അദ്ദേഹം എടുത്ത ബാക്ടീരിയമാണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഈ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് നിമോണിയ എന്ന് പറയുന്ന ഇൻഫെക്ഷനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയയുടെ 2 സ്ട്രെയിനുകളെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഒരു കോളനിയായിട്ട് വളരുമ്പോൾ അതിൽ തന്നെ വ്യത്യാസം കാണിക്കുന്നതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 സ്ട്രെയിനുകളെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും. ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റഫ് സ്ട്രെയിൻ എന്നാണ്. അതായത് അതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത്, ആ ബാക്ടീരിയത്തിന്റെ പുറം ഭാഗം റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് സ്മൂത്ത് സ്ട്രെയിൻ എന്നാണ്. അതിന്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കും. അങ്ങനെ സ്മൂത്ത് ആകാനുള്ള കാരണം ഇതിന്റെ പുറമേ ആയിട്ട് ഒരു പോളിസാക്കറൈഡ് കോട്ടുണ്ട്. അതുകൊണ്ട് ഈ എസ് സ്ട്രെയിൻ ബാക്ടീരിയം വന്ന് ഒരു ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ ഹോസ്റ്റ് സെല്ല് അതിന് എതിരായിട്ട് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുമല്ലോ. അപ്പോൾ എസ് സ്ട്രെയിൻ അങ്ങനെ കൊടുത്താൽ പോലും എസ് സ്ട്രെയിന് ഒന്നും സംഭവിക്കത്തില്ല. കാരണം അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയാണ് ഈ പോളിസാക്കറൈഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? എസ് സ്ട്രെയിൻ നമുക്ക് ഇൻഫെക്ഷൻ തരും. അതേപോലെ ആർ സ്ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കഴിവില്ല. കാര്യം അതിന് പോളിസാക്കറൈഡ് കോട്ടില്ല. അതുകൊണ്ട് അതിനെ പറയുന്നത് വിറുലന്റ് എന്നാണ്. എസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ്, അതിന് ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പറ്റും. മൈസിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. മൈസിലേക്ക് ഫസ്റ്റ് കേസില് മൈസിലേക്ക് ആർ സ്ട്രെയിന് എന്തിനുള്ള കഴിവില്ല? ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല, ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവ് ആർ സ്ട്രെയിനില്ല. അങ്ങനത്തെ ബാക്ടീരിയ എടുത്തിട്ട് എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അപ്പൊ മൈസ് എല്ലാം ജീവനോടെ തന്നെ കാണും. ഈ സെക്കൻഡ് കേസിൽ എന്ന് പറഞ്ഞാൽ ഈ മൈസിലേക്ക് എസ് സ്ട്രെയിനെ ഇഞ്ചക്ട് ചെയ്യും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് എന്തിനുള്ള കഴിവുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത് ന്യൂമോണിയ ഉണ്ടാക്കും. അങ്ങനെ അവിടെയുള്ള മൈസ് എല്ലാം എന്ത് സംഭവിക്കും? ചത്തുപോകും. ഓക്കെ. തേർഡ് കേസ് എന്ന് പറയുന്നത് ഈ മൈസിലേക്ക് എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിലെ പോളിസാക്കറൈഡ് കോട്ട് എന്ത് ചെയ്തു? ഡിഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഇത് എന്തിനുള്ള കഴിവില്ല? ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ന്യൂമോണിയ ഉണ്ടാക്കത്തില്ല. അത് ലൈവായിട്ട് തന്നെ കാണും. 4ാമത്തെ കേസ് എന്ന് പറയുന്നത് മൈസിലേക്ക് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനും എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അതും ആർ സ്ട്രെയിനും കൂടെ കമ്പൈൻ ചെയ്ത് ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹീറ്റ് കിൽഡ് എസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അതേപോലെ ആർ സ്ട്രെയിനും എന്തും ഉണ്ടാക്കത്തില്ല, ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമ്മൾ കരുതിയത് എന്താണ്? മൈസ് എല്ലാം ജീവനോടെ ഉണ്ടാകും. കാര്യം എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ലല്ലോ. പക്ഷേ ഗ്രിഫിത്ത് നോക്കിയപ്പോ എന്താ കണ്ട? അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി എല്ലാ മൈസുകളും എന്ത് ചെയ്തു? ചത്തുപോയി. അപ്പോൾ അതെന്താ അങ്ങനെ വന്നേ? ഓട്ടോപ്സി ചെയ്ത് നോക്കിയപ്പോൾ ഈ ആർ സ്ട്രെയിൻ എന്ന് പറയുന്ന ബാക്ടീരിയ എന്തായിട്ട് മാറിയിരിക്കുന്നു? എസ് സ്ട്രെയിൻ ആയിട്ട് ചേഞ്ച് ആയിരിക്കുന്നു. അതായത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതായിട്ട് മാറിയിരിക്കുന്നു. അതായത് ഈ ആർ സ്ട്രെയിന് എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഇവിടുന്ന് എന്തോ ഒരു ജെനറ്റിക് മെറ്റീരിയല്, അതായത് ഹീറ്റ് കിൽഡ് എസ്സിൽ നിന്ന് എന്തോ ഒരു ജെനറ്റിക് മെറ്റീരിയല് ആർ സ്ട്രെയിനിലേക്ക് എന്താ വന്ന് ആർ സ്ട്രെയിനെ
ജനറ്റിക് ഇൻഫോർമേഷനെ ഓൾട്ടർ ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു, ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. അതിനെ ഗ്രിഫിത്ത് വിളിച്ചതാണ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന്. അങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റിനെ, ഗ്രിഫിത്ത് എക്സ്പെരിമെന്റിനെ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്നും പേരുണ്ട്. ഓക്കെ, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഏതോ ഒരു പാർട്ടിക്കിളാണ് ട്രാൻസ്ഫോം ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ട്രാൻസ്ഫോമിങ് പാർട്ടിക്കിൾ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് വന്ന സയന്റിസ്റ്റായ എവറി, മക്ലിയോഡ്, മെക്കാർട്ടി ഇവർ 3 പേരും 1933 to 1944 എക്സ്പെരിമെന്റ് തുടർന്നു. ഇവര് ഗ്രിഫിത്ത് ചെയ്തതുപോലെ ലിവിങ് സെല്ലിലല്ല എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഫസ്റ്റ് ഇവർ ചെയ്തത് ഒരു ടെസ്റ്റ് ട്യൂബില് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ എടുത്തു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ എടുത്ത് ഹോമോജിനൈസ് ചെയ്തു, ക്രഷ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് എന്തെടുത്തു? സെൽ എക്സ്ട്രാക്ട് എടുത്തു. സെൽ എക്സ്ട്രാക്ട് എടുത്തു. ഈ സെൽ എക്സ്ട്രാക്റ്റിൽ ഇപ്പോൾ DNA ഉണ്ട്, RNA ഉണ്ട്, അതേപോലെ പ്രോട്ടീനും ഉണ്ട്. അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? R സ്ട്രെയിനെ ആഡ് ചെയ്തു, R സ്ട്രെയിൻ ബാക്ടീരിയത്തെ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു R സ്ട്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നു? ട്രാൻസ്ഫോം ആയി S സ്ട്രെയിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ സെല്ലിന് പുറത്ത്, അതായത് ലിവിങ് സെല്ലിന്റെ പുറത്ത് വെച്ചും കണ്ടക്ട് ചെയ്ത് ഇവര് തെളിയിച്ചു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ഇവയിൽ ഏതാണ് ട്രാൻസ്ഫോം ആയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലേക്ക് DNA ഉണ്ട്, ഇതില് പ്രോട്ടീൻ ഉണ്ട്, RNA ഉണ്ട്. ഇവയിൽ 3-ൽ ഏതും ആകാം എന്ത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഇതിലേക്ക് സ്ട്രെയിൻ ഉണ്ടല്ലേ. അപ്പൊ ഫസ്റ്റ് ഇതിലേക്ക് പ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആഡ് ചെയ്യും. ഈ പ്രോട്ടീസ് എന്ന് പറയുന്ന എൻസൈമിന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പ്രോട്ടീൻ ഇല്ലാതാവും. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തല്ല ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതില് എന്ത് ആഡ് ചെയ്തെന്ന് വെച്ചാൽ RNAs ആഡ് ചെയ്യും. RNAs എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്യും. അപ്പം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തുമല്ല ജനറ്റിക് മെറ്റീരിയല്? RNA അല്ല എന്ന് മനസ്സിലായവർക്ക്. അതിനുശേഷം അവര് DNAs എന്ന് പറയുന്ന എൻസൈമിനെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം DNAs ആഡ് ചെയ്തപ്പോ DNAs ആഡ് ചെയ്തപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പൊ എന്തുവാണ് അപ്പൊ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? DNA ആണ്. അതായത് DNA ഡൈജസ്റ്റ് ചെയ്ത് പോയ കൊണ്ടാണ് ഇവിടെ എന്ത് നടക്കാഞ്ഞ്? ട്രാൻസ്ഫോർമേഷൻ നടക്കാഞ്ഞത്. അപ്പൊ ഇവർക്ക് എന്ത് തെളിയിക്കാൻ പറ്റി? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കാൻ പറ്റി. ഓക്കെ.